ദേവരഥങ്ങളുടെ സംഗമഭൂമിയായി കൽപ്പാത്തി മാറിയിട്ടുണ്ട്. ദേവീ ദേവന്മാരുടെ തേരുകൾ കൽപ്പാത്തിയെ വലയം വെച്ചത് സംഗമ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തി നിർഭരമാണ് അഗ്രഹാര വീഥികളൊക്കെ. രഥോത്സവത്തിന്റെ അതിമനോഹരമായ കാഴ്ചകളിലേക്കും ആണ് നമ്മൾ ഇനി പോകുന്നത്. നമുക്ക് അവിടെ നിന്നുള്ള രാത്രി ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എത്ര മനോഹരമായ ദൃശ്യങ്ങളാണെന്ന് നോക്കി പുണ്യ സമാഗമത്തിന് കാത്തു നിൽക്കുകയാണ് ഭക്തർ, വിശ്വാസികൾ എല്ലാവരും. 4 ക്ഷേത്രങ്ങളിലെയും തേരുകൾ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. ഗൂഗിൾ VS സ്നേഹമോൾ നയനാനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗൂഗിൾ, എപ്പോഴായിരിക്കും ദേവരഥ സംഗമം? ഇപ്പോൾ ഇതാ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് 5 രഥങ്ങളും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ കാത്തിരുന്ന കാഴ്ച, നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഈ തേരുകളൊക്കെ തന്നെ ഒരുമിച്ച് സംഗമിക്കുന്ന, തേരുമുട്ടിൽ ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു മനോഹര കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നമുക്ക് 5 തേരുകളും ഒരുമിച്ച് കൂടുകയാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവപാർവതിമാരുടെ തേരും, ഗണപതിയുടെ തേരും, മുരുകന്റെ തേരും, പഴയ കൽപ്പാത്തിയിലെ കൃഷ്ണന്റെ തേര്, അതോടൊപ്പം തന്നെ ഗണപതിയുടെ തേര്, ഇതൊക്കെ തന്നെ പരസ്പരം ചേരുന്ന ഒരു മനോഹര കാഴ്ച അല്ലേ? തീർച്ചയായും. നമ്മൾ നേരത്തെ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെയും പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ഈ രഥങ്ങൾ പരസ്പരം സംഗമിച്ചപ്പോൾ, ഈ പ്രയാണം നടത്തിയപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ആളുകൾ എത്ര ആരാധനയോട് കൂടി തന്നെ, ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ദേവരഥ പ്രയാണങ്ങളെ നോക്കിക്കാണുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ രഥങ്ങളും 3 രഥങ്ങളും പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിലെ രഥങ്ങളും മുഖാമുഖം കാണുകയാണ്. അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യ കാഴ്ചയാണ്, ഒരു അനുഭൂതിയാണ്. അവർ ഓരോ വർഷവും കാത്തിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ദേവി ദേവന്മാരുടെ ഈ അനുഗ്രഹം, അതിനായുള്ള ഒരു കാത്തിരിപ്പാണ് വർഷം തോറും ഈ കൽപ്പാത്തിയിൽ എന്ന് പറയുന്നത്. ഇനി ആളുകൾ ആ ഒരു കാഴ്ച, മഹാദേവരഥ സംഗമം കാണാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ആ കൽപ്പാത്തിയുടെ ഭംഗി രാത്രിയിൽ ഒരിക്കൽ കൂടി എടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലേ? അതായത് ഇപ്പോൾ ഈ സംഗമത്തിന് ശേഷം മറ്റേ ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് വരികയാണ്. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേരും ഈ സംഗമത്തിന് ശേഷം തിരികെ ആ ക്ഷേത്രത്തിലേക്ക്, മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് തന്നെ പോയി. ഇനി ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് അഗ്രഹാരം ചുറ്റിയാണ് തിരികെ ക്ഷേത്രത്തിലേക്ക് പോവുക. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ 3 തേരുകൾ ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ തേരും അതത് ക്ഷേത്രത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പാലക്കാട്ടുകാർക്ക്, അല്ലെങ്കിൽ പാലക്കാട്ടുകാരെന്ന് മാത്രമല്ല, കേരളത്തിലെ മിക്ക ആളുകളും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകളൊക്കെ തന്നെ കാത്തിരുന്ന കാഴ്ചയാണ് ഈ രഥസംഗമം. ആ രഥസംഗമമാണ് നടക്കുന്നത്. മാത്രം മനോഹരമായ ഒരു കാഴ്ച. 5 ദേവരഥങ്ങളും ഒരേ ഭൂമിയിൽ, ഒരേ സ്ഥലത്ത്, ഒരേ സമയത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാഴ്ചയുടെ ഏറ്റവും മനോഹരമായ കൽപ്പാത്തിയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ, ആ രാത്രികാല കാഴ്ചകൾ ആണ് നമ്മളിലേക്ക് സ്നേഹയും ഗൂഗിളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവരഥ സംഗമം നിമിഷങ്ങൾക്കുള്ളിലാണ്, ഒരു വർഷം നീണ്ടിരിക്കുന്ന അവരുടെ കാത്തിരിപ്പ് യാഥാർത്ഥ്യമാകാൻ പോകുന്ന നിമിഷങ്ങളാണ് കൽപ്പാത്തിയിൽ.